പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഭാഗത്തിൽ വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, വിദ്യ നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ക്രോധം ഉപേക്ഷിച്ച് മനുഷ്യനാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. ഇനിയുള്ള ഭാഗത്തിൽ അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വരികൾ തന്നെ നമ്മൾ ഉദ്ധരിച്ചതാണ്. മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യകൾ, സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ശ്രീരാമൻ. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സന്തോഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, ആ സന്തോഷം എങ്ങനെയൊക്കെയാണ് നേടിയെടുക്കേണ്ടത്. പിന്നീട് അതുപോലെ തന്നെ ഭാരതീയ തത്വചിന്തയുടെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഭാരതീയ തത്വചിന്ത, ഈശ്വരനെക്കുറിച്ചുള്ള അതിൻ്റെ തത്വചിന്ത അവതരിപ്പിക്കുന്ന ഭാഗവും എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഭാരതീയ ദർശനമാണ്. ഈശ്വരനെക്കുറിച്ചുള്ള ഭാരതീയ ദർശനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാഗമാണ് അടുത്തത്. ആ ലൈനുകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തതം ശാന്തിയെ കാമസുരഭികൾ, ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ, സന്താപമെന്നാൽ ഒരു ജാതിയും വരാ, ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം അഹന്തമേലെ വസിപ്പതാത്മാവുകൾ, ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം, സർവൈക കാരണം സർവജഗന്മയം, സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം, സർവദാ ചേതസ്സി ഭാവിച്ചുകൊള്ളുക നീ, സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം, കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമായി ആചരിച്ചിടുകന്നേ വരൂ, കർമ്മങ്ങൾ സംഘങ്ങളിൽ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം ബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം, മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മനസ്സത്തെങ്കിൽ നിന്നാശു കളക നീ, മാനമല്ലോ പരമാപദമാസ്പദം എന്നുപദേശിക്കുന്നുണ്ട്. അപ്പോൾ ക്രോധത്തിൻ്റെ നിഷേധാത്മകതയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി സന്തോഷത്തിൻ്റെ വളരെ മനോഹരമായ സർഗാത്മകതയെക്കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ള എഴുത്തച്ഛൻ. അദ്ദേഹം ഇവിടെ പറയുന്നു, നന്ദനം എന്ന് പറയുന്നത് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സിമ്പലായിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. നന്ദനം ദേവലോകത്തിലെ ഉദ്യാനമാണ്. ഇത്തരത്തിലുള്ള ഉദ്യാനങ്ങളൊക്കെ സങ്കല്പ സൃഷ്ടി ആണെങ്കിൽ പോലും അത് മനസ്സിൻ്റെ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന സംഗതി ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് പുരാണങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ദേവലോകത്തിലുള്ള കാമധേനു എന്ന ഒരു പശുവിനെ കുറിച്ചാണ്. ആ പശുവും യഥാർത്ഥത്തിൽ ഐശ്വര്യത്തിൻ്റെ സിമ്പലായിട്ട് ഒരു മനുഷ്യൻ്റെ എല്ലാം ചോദിക്കുന്നതൊക്കെ നൽകുന്ന സാധനമാണ് കാമധേനു. അപ്പോൾ ആ കാമധേനു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പുരാണങ്ങളിൽ. അപ്പോൾ ഈ ശാന്തി, ഇത്തരത്തിലുള്ള ശാന്തി നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ സമാധാനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് സങ്കടം എന്ന് പറയുന്ന സാധനമേ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ഭാഗത്ത് എഴുത്തച്ഛൻ. പിന്നീട് ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, ബുദ്ധി മുതലായവയ്ക്കെല്ലാം മുകളിലാണ് നിന്റെ ആത്മാവ് എന്നുള്ള സ്ഥാനവും അവിടെ എഴുത്തച്ഛൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നീട് ആത്മാവിനെ ധ്യാനിക്കുമ്പോഴാണ് അനുഭൂതിക്ക് സാക്ഷ്യമായിട്ട് അവിടെ വളരെ മനോഹരമായ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, ആഹന്ത, ഒരു അത്ഭുത സൂചകമായ പദം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഭാരതീയ ദർശനങ്ങളിലുള്ള ഈശ്വരൻ്റെ കാഴ്ചപ്പാടിനെയാണ്. അദ്ദേഹം അവിടെ പറഞ്ഞു വയ്ക്കുന്ന ആ വരികളുണ്ട്, ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്ന ആ വരികളുണ്ട്, അവിടെ തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാത്തിനും സാക്ഷിയായി എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വളരെ ശുദ്ധമായതെന്ന് പറയുന്നുണ്ട്.
പിന്നീട് പറയുന്നുണ്ട് തന്നെത്താൻ തിളങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആഹ്ലാദം നിറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ആ എല്ലാ ആഹ്ലാദത്തിനും പൊരുളായി നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. തത്വാർത്ഥം എന്ന് ഉപയോഗിക്കുന്നുണ്ട് അവിടെ. പിന്നെ പറയുന്നുണ്ട് ആകൃതിയില്ലാത്തത്. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈശ്വരനുണ്ട്. ഇത് പല ആകൃതിയിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിലും അത് പല രൂപങ്ങളിലുള്ളതാണ്. അത് ആകൃതിയില്ലാത്തതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. ഈശ്വരൻ അനശ്വരമായത് നിത്യമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരിക്കലും മാറ്റം വരാത്തതാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മറുവശത്ത് നിങ്ങൾ സംശയിക്കുകയേ വേണ്ടാത്ത ഒരു സാധനമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് നിർവികൽപ്പം എന്ന പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങേയറ്റത്തുള്ളത് പരം എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥാഭേദങ്ങളില്ലാത്തതെന്ന് പറയുന്നുണ്ട്. നിർവികാരം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എഴുത്തച്ഛൻ. പിന്നീട് പറയുന്നുണ്ട് ഘനമുള്ളത്, കനത്തു നിൽക്കുന്നത്, പിന്നെ എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളത് എന്നും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രപഞ്ചം മുഴുവനും വ്യാപിക്കുന്നത്, എല്ലാത്തിനും സാക്ഷിയായി വർത്തിക്കുന്നത് എന്നൊക്കെ സർവജ്ഞം എന്നും പറഞ്ഞു വെക്കുന്നത്. എല്ലാം അറിയുന്നത് സർവജ്ഞം എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. അപ്പം ഇതൊക്കെ പറയുമ്പോഴും അങ്ങനെയുള്ള ഈശ്വരൻ, ഞാൻ പറഞ്ഞല്ലോ, ഭാരതീയ തത്വസംഹിതകളിലുള്ള ഈശ്വരൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ എഴുത്തച്ഛൻ രാമായണത്തിലൂടെ ലക്ഷ്മണന് നൽകുന്ന ഉപദേശം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം ഇതൊക്കെ നീ സന്യസിക്കണമെന്നോ സന്യാസത്തിലേക്ക് പോകണമെന്നോ ഒന്നും അവതരിപ്പിക്കുന്നില്ല അവിടെ നീ പൊരുളറിയുന്നവനാണ്, സാരജ്ഞനാണ്. ലക്ഷ്മണനെയും സമാധാനിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മണൻ മോശക്കാരനാണെന്ന് അവിടെ പറയുന്നില്ല. അവിടെ വളരെ ഒരു സൈക്കാട്രിക് എഫക്റ്റ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു സൈക്കാട്രിസ്റ്റിനെ പോലെ പെരുമാറുകയാണ് അവിടെ. നീ സർവജ്ഞനാണ്, നീ എല്ലാം അറിയുന്നവനാണ്, സാരജ്ഞനാണ്, നീ പൊരുളറിയാവുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ മോശക്കാരനായി കരുതരുത്. അവൻ തീർച്ചയായിട്ടും അവനോട് പറഞ്ഞു കൊടുക്കേണ്ട സംഗതികൾ ഇതാണ്: നീ സർവജ്ഞനാണ്, നീ അറിയാൻ കഴിവുള്ളവനാണ്, അത് അറിയാൻ നീ ശ്രമിക്കണം എന്നവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫലങ്ങളൊക്കെ ഈ ഭൂമിയിൽ നീ ഒരിക്കലും കർമ്മകാണ്ഡത്തിലേക്ക് പോകണം. നിന്റെ കർമ്മങ്ങളാണ് നീ ചെയ്തു വെക്കേണ്ടത്. അത് നീ പൂർത്തിയാക്കണം. നിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങണം എന്നവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഏടുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ് എന്നുള്ള ഒരു വാക്കുകൾ നിങ്ങൾ കേട്ടോളൂ. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് before I sleep, and miles to go before I sleep എന്ന് പറയുന്നുണ്ട്. അതിനെ കടമനിട്ട രാമകൃഷ്ണൻ മനോഹരമായ തർജ്ജമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മനോഹരം മഹാവനം, ഇരുണ്ട അഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടണ്ട മാമക പ്രതിജ്ഞകൾ, അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിനു മുമ്പിലായി എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കാൻ എന്ന് കടമനിട്ടയും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. നിനക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല. നിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി നീ മടങ്ങിപ്പോവുക. നിന്റെ കർമ്മങ്ങൾ നീ പൂർത്തിയാക്കണമെന്ന് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഫലങ്ങൾ അനുഭവിക്കാതെ നീ ചെയ്തു പോയ കർമ്മങ്ങൾക്ക്, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ ചെയ്തു പോയ കർമ്മങ്ങൾക്ക് ഫലം അനുഭവിക്കാതെ നിനക്ക് ഇവിടെ വിട്ടുപോകാൻ സാധ്യമല്ല എന്ന് പറയുന്നു. അപ്പോൾ കർമാനുഷ്ഠാനത്തിനുള്ള ഒരു ഉപദേശവും ഭഗവത്ഗീതയിലെ പോലെ ഇവിടെയും കൊടുത്തു വയ്ക്കുന്നുണ്ട് രാമൻ ലക്ഷ്മണനോട്. അപ്പം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നീ നിൻ്റെ കർമ്മത്തിൽ വ്യാജമൊന്നും വരുത്തരുത്, അത് നിർവ്യാജമായിരിക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ. അവിടെ നിർമ്മായം എന്ന് ഉപയോഗിക്കുന്ന ആ പദം, നിൻ്റെ കർമ്മത്തിൽ നീ വ്യാജം ചെയ്യരുത്. അതായത് അത് ഓരോ മനുഷ്യർക്കുമുള്ള ഉപദേശമാണ്. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ യാതൊരു കാരണവശാലും, കൈക്കൂലിക്കാരെ ഉദ്യോഗസ്ഥരൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ പറഞ്ഞത്, നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നിർമ്മായമായിരിക്കണം, അത് വ്യാജമില്ലാതെ ചെയ്യണം. അത് കച്ചവടമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളായിക്കോട്ടെ, സർക്കാർ മേഖലയായിക്കോട്ടെ, എന്തായാലും അത് നിർമ്മായമായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ കർമാനുഷ്ഠാനം എന്ന് പറയുന്നത് നിസ്സംഗമായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ഒരിക്കലും ആസക്തിയോടുകൂടിയാവരുത്. ആസക്തികളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം നീ കർമ്മങ്ങൾ ചെയ്യാനെന്ന് വ്യക്തമായി ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നു. യുക്തമായ വിധിപ്രകാരം എല്ലാം ശാശ്വതമായ പരമാത്മാവിൽ അർപ്പിച്ചിട്ട് നീ നിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നീ ഒരിക്കലും അതിൽ ഫലം ഇച്ഛിക്കുകയും ചെയ്യരുത് എന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ആത്മാവിനെക്കുറിച്ചും, ആത്മാവ് നിർമ്മലമാണെങ്കിൽ അതിന് കർമാനുഷ്ഠാനം
അതിൽ പറ്റുകയില്ല തന്നെ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മണനോട് ശ്രീരാമൻ. പല പൊരുളുകളിൽ ഇപ്പോൾ എങ്കിലും അത് ഗ്രഹിച്ച്, പല പൊരുളുകളാണെങ്കിലും നീ അതൊക്കെ ഗ്രഹിച്ച് മുന്നോട്ട് പോകണം എന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഭാഗത്തോടു കൂടി ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്.